ഇനി 31-ാം അധ്യായത്തിലേക്ക് പോകാം. നമുക്ക് ഭാഗവത്തിലെ തൃതീയ സ്കന്ധത്തില് ഒരാണിന്റെ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ രക്തത്തിൽ, ഞാൻ പറഞ്ഞു കുടിച്ച വെള്ളത്തിലൂടെ രക്തത്തിലേക്ക് ചേരും. രക്തമാണല്ലോ ബീജവും അണ്ടൊക്കെ ആവുന്നത്. അത് ബീജത്തിലേക്ക് ബീജമായി അതൊരു ഗർഭപാത്രത്തിലേക്ക് എത്തുന്നു. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, പെൺകുട്ടികൾക്ക് ഇനി എങ്ങനെയാണ് ഉത്കൃഷ്ടരായ മക്കളെ കിട്ടുക എന്നുള്ളതാണ്. അതിനൊരു പെൺകുട്ടി അവശ്യം അനുഷ്ഠിക്കേണ്ട വ്രതമാണ് പയോവ്രതം. അതായത് ഒരു സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ കുട്ടി ഉണ്ടാവുന്നത് അല്ല ശരിക്കുള്ളൊരു പുത്രഭാഗ്യം. ഉത്കൃഷ്ടരായ പുത്രരെ കിട്ടണമെങ്കിൽ അതിന് ചില വ്രതനിഷ്ഠകൾ വേണം. അതെന്തിനാ വ്രതം? കഥ പറയാൻ മനസ്സിലാവും. നമ്മൾ കുരുവംശത്തിലേക്ക് പോകും. കുരുവംശം, ഭീഷ്മാചാര്യൻ അച്ഛന് പെണ്ണ് കാണാൻ പോയി. അച്ഛനാണ് സാറിന് മക്കൾക്ക് പെണ്ണ് കാണാൻ പോവുക. ഇവിടെ അച്ഛന് പെണ്ണ് കാണാൻ പോയ ആളാണ് ഭീഷ്മര്. അച്ഛനെ കെട്ടിച്ചു. ഒരു പെണ്ണിനെ കൊണ്ട് അച്ഛനെ കെട്ടിച്ചു. ആരെ കെട്ടിച്ചു കൊടുക്കുന്നത്? ഇപ്പൊ ഈ തരത്തിലുള്ള കല്യാണമൊക്കെ യൂറോപ്പിലൊക്കെ കാണാം. മക്കള് അച്ഛൻ കല്യാണം നടത്തി കൊടുക്കുക. അമ്മയുടെ കല്യാണം, മക്കളാണ് കല്യാണം നടത്തി കൊടുക്കുക. ആരുടെ? അപ്പൊ ഇവരൊക്കെ കുഞ്ഞുങ്ങളായിട്ട് കല്യാണം കഴിക്കുള്ളൂ. അതുവരെ ലിവിങ് ടുഗദറാണ്. അപ്പൊ മക്കളായിരിക്കും അച്ഛനെയും അമ്മയും കൂട്ടി കല്യാണം, മാലയൊക്കെ എടുത്തു കൊടുക്കും. ഇട്ടുള്ളൂ അമ്മ, ഇട്ടോളൂ ഇങ്ങോട്ടിട്ടു, അച്ഛൻ ഇങ്ങോട്ട്. സാധാരണ കല്യാണം കഴിഞ്ഞിട്ടാ കുട്ടി ഉണ്ടാവുക. ഇവിടെ കുട്ടി ഉണ്ടായിട്ടാണ് അവിടെ കല്യാണങ്ങൾ. കേട്ടിട്ടുണ്ടോ ഇതിനെ കുറിച്ചൊക്കെ? അപ്പൊ ഇവിടെ ഭീഷ്മാചാര്യൻ ആരുടെ? ശന്തനു മഹാരാജാവും സത്യവതി ദേവിയും തമ്മിലുള്ള കല്യാണം. അതിലുണ്ടായ പുത്രരാണ്, ശന്തനു മഹാരാജാവിനുണ്ടായ പുത്രരാണ് ചിത്രാംഗതനും വിചിത്രവീരനും. ഇവർക്ക് വേണ്ടി 3 പെമ്പിള്ളരെ കട്ടുകൊണ്ടുവന്നല്ല, അവിടെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നു ഭീഷ്മര്. അവരുടെ പേരാണ് അംബ, അംബിക, പാല്. അംബ പറഞ്ഞു, എനിക്ക് നേരത്തെ തന്നെ വാട്സാപ്പിൽ ഒരു ബന്ധമുണ്ട്, ഞാൻ അയാളെ വിടില്ല, ഞാനും അയാളും ട്യൂൺഡാണ്, വൈബുണ്ട് എന്നൊക്കെ. ആരാണ്? സ്യാലൻ എന്ന് പറയും. ആരാണ്? ശരി, വേണ്ട മോളെ, നിന്നെ ഉപദ്രവിക്കില്ല, നിന്നെ കൊണ്ടുവിട്ടോളാം. സ്യാലന്റെ അവിടെ കൊണ്ടുവിട്ടു ഭീഷ്മര്. ആ സ്യാലൻ പറഞ്ഞ വാക്കെന്താ അറിയോ? കാര്യം നമുക്ക് തമ്മിൽ പ്രേമൊക്കെ ഉണ്ട്, പക്ഷെ ഒരുത്തൻ തൊട്ട എച്ചില് ഞാൻ തൊടില്ല, ഗെറ്റ് ഔട്ട്. ആ അമ്പയെ പടിയടച്ച് പുറത്താക്കി കളഞ്ഞു. തന്നെ പുറത്താക്കിയ സ്യാലനോടല്ല ദേഷ്യം, തന്നെ ഈ ഗതിയിലെത്തിച്ച ആ ഭീഷ്മരെ വകവരുത്താനാണ് പിന്നീട് ചിക്കൻടിയായിട്ട് തിരിച്ചു വരുന്നത്. അതാണ് അമ്പയുടെ ജീവിതം. ആ കഥയൊക്കെ വളരെ വിസ്തരിച്ച് മഹാഭാരതത്തിലുണ്ട്. നമ്മൾ അതിലേക്ക് കടന്നാൽ ഭാഗവതം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ വീണ്ടും വരാം അംബികയും ഭാര്യ. അതിൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നതിന് മുമ്പ് തന്നെ ചിത്രാംഗതനും വിചിത്രവീരനും മരിച്ചു. ഈ പെൺകുട്ടികള് ആര്? അംബികയും ഭാര്യയും. പുത്രോത്പാദനം ചെയ്തിട്ടില്ലെങ്കിൽ രാജ്യം അന്യമാവും. അതാണ് പഴയ കാലത്ത് തറവാടുകളിലൊക്കെ കുട്ടികളിലേക്ക് ബ്രാഹ്മണരെ കൊണ്ടൊക്കെ പുത്രോത്പാദനം. പിന്നെ അത് സമ്പത്തായി മാറി. പിന്നെ പഴയ കാലത്ത് ബ്രാഹ്മണ ഗൃഹത്തിൽ മൂത്തവനെ വേളിയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നടന്ന് സംബന്ധം തന്നെ. അവർക്കൊക്കെ കിട്ടാവുന്ന വീടുകളിലൊക്കെ അവര് പോയി അതിലൊക്കെ അക്കൗണ്ട് തുറക്കും. അവര് പഴയ കാലത്ത് അങ്ങനെയല്ലേ? പഴയ കാലത്ത് അതാണ് പഴയ സംസ്കാരമൊക്കെ. എന്നാൽ ആ കുട്ടികളൊന്നും വകതിരിഞ്ഞില്ലാത്ത കുട്ടികളൊന്നല്ലേ, വകതിരിവുള്ള കുട്ടികളായിരിക്കും. കാരണം അതൊരു കാമഭ്രാന്തല്ല, അന്നത്തെ ഒരു ജീവിതചര്യയായിരുന്നു. ആണോ? അന്നത്തെ ഒരു കാലം അതായിരുന്നു. പോട്ടെ. അപ്പൊ ഈ അംബികയിലും അമ്പയിലും കുട്ടികളില്ല. ഭീഷ്മരോട് പറഞ്ഞു, അവിടുത്തെ പ്രതിജ്ഞ മാറ്റണം, വിവാഹം കഴിക്കണം, കുലം അന്യം നിൽക്കരുത്. ഞാൻ എന്ത് വന്നാലും ഞാൻ എന്റെ പ്രതിജ്ഞ മാറ്റില്ല. അവസാനം വ്യാസരെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ വ്യാസരാണ് പുത്രോത്പാദനം ചെയ്യുന്നത് അംബികയിലും. പക്ഷെ ആദ്യമേ പറഞ്ഞു, വ്രതം അനുഷ്ഠിച്ചോളൂ, ഞാൻ പിന്നീട് വരാം. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വ്രതത്തിലും താല്പര്യമില്ല, ഞങ്ങൾ എന്താ ചെയ്തിട്ട് പോകുന്നു. അതൊരു തരം എന്താ പറയാ, ഒരു ശാരീരിക ബന്ധമായി മാറി. അപ്പോഴേ വ്യാസർക്കറിയാം ഇതൊരു മനസ്സില്ലാതെ, കേവലം ഒരു മനസ്സില്ലാതെ അമ്മ പറഞ്ഞതിന്റെ പേരിൽ ഒരു പുരുഷന്റെ കൂടെ കിടക്കുക, അത്രയുള്ളൂ.
അതിൽ ഉണ്ടായ കുട്ടികളാണ് അന്ധനായ ധൃതരാഷ്ട്രരും രോഗിയായ പാട്ടും. എന്നാൽ അവിടെ തന്നെ ഒരു ദാസി എനിക്കൊരു പുത്രഭാഗ്യം തരണം എന്ന് പറഞ്ഞപ്പോൾ വ്രതം അനുഷ്ഠിച്ച് അവളിലുണ്ടായ കുട്ടിയാണ് വിതുരൻ. ഈ കഥകളൊക്കെ എന്തിനാ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി അറിഞ്ഞിരിക്കണം, അണ്ടമാണ് തൻ്റെ ചുറ്റും, ഈ അണ്ടത്തിന് ചുറ്റും വരുന്ന നിരവധി അനേകം ജീവാണുക്കളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഏത് ഗർഭിണിയുടെ ഉള്ളിലും ഒരു സ്വയംവരമുണ്ട്. പണ്ട് കാലത്ത് വിവാഹം സ്വയംവരമായിരുന്നു. സ്വയംവരം എന്ന് പറഞ്ഞാൽ അനവധി രാജാക്കന്മാരിൽ തനിക്കൊരു കണക്ഷൻ തോന്നുന്ന യുവരാജാവിന്റെ കഴുത്തിൽ മാലയിട്ട് സ്വീകരിക്കുക. ഇതുപോലെ ഇപ്പോഴും സ്വയംവരം ഉണ്ട്. എവിടെ? വയറിനകത്ത്. വരുന്ന ബീജാണുവിൽ ഒന്നിനെ തെരഞ്ഞെടുക്കും. മനസ്സിലാവുണ്ടോ? ഇതിലേതിനെ തെരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അണ്ടത്തിന് അണ്ടപുഷ്ടി, ഇതുപോലെ സങ്കല്പശക്തി, കാല അനുകൂലത, ഇത് മൂന്നും ഒത്തുചേർന്നാൽ ഏറ്റവും സർവശ്രേഷ്ഠ ബീജമായിരിക്കും തിരഞ്ഞെടുക്കുക. എന്നാൽ കാലം പ്രതികൂലം, അതാണ് സന്ധ്യയ്ക്ക് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ നമ്മളൊരു കഥ പറഞ്ഞു. ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും പറഞ്ഞു. സന്ധ്യയ്ക്കാണ് കാമപീഡിതയെ ഭർത്താവിനോട് പുത്രഭാഗ്യം തരാൻ പറഞ്ഞു. അരുത് ദേവി, ഈ സമയം കാലം അനുകൂലം പറഞ്ഞിരുന്നോ? കാലം അനുകൂലം ആവണം. അതാണ് ഈ ജ്യോതിഷത്തിൻ്റെയൊക്കെ പ്രാധാന്യം. ചില സമയങ്ങളൊന്നും ചിലതിന് നല്ലതല്ല. സമയത്തിന്റെ, ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനം അതൊക്കെ പണ്ടുള്ളവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വ്യാസ ജന്മം, പരാശര മഹർഷി കന്യകയായ തോണി തുഴഞ്ഞുകൊണ്ടിരുന്ന സത്യവതി ദേവി കുട്ടിയാണ്, 16 വയസ്സേ ഉള്ളൂ. ദേവി അപരാധമാണെന്ന് തോന്നരുത്. ഏറ്റവും ശുഭമുഹൂർത്തം, ദേവിയുടെ മനസ്സും ശരീരം പവിത്രം. ഇപ്പോൾ ദേവി തയ്യാറാണെങ്കിൽ ലോകത്തിന് മുഴുവൻ ഉപകാരം ചെയ്യുന്ന ഒരു പുത്രനെ കിട്ടും. ഒരു നിമിഷം നോക്കി തൻ്റെ ചാരിത്ര്യം, അതും എവിടെ വെച്ചിട്ടാ? ഈ മനുഷ്യൻ ഈ പണി എവിടെ വെച്ചിട്ടാ? തോണിയിലിരുന്നിട്ട് നാട്ടുകാർ മുഴുവൻ കാണില്ലേ? അപ്പൊ ഈ തരത്തിലൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ ഏതെങ്കിലും സ്ത്രീ സമ്മതിക്കുമോ? പക്ഷെ ആ മഹർഷിയുടെ തപസ്സിന്റെ മുന്നിൽ പറഞ്ഞു, ഞാൻ തയ്യാറാണ്. അപ്പോഴേക്കും പിന്നെ അറിയാലോ, പുകമറയൊക്കെ സൃഷ്ടിച്ചു. എന്നിട്ട് തന്റെ ബീജം പകർന്നു കൊടുത്തു. അതിൽ ഉണ്ടായ കുട്ടിയാണ് ആര്? വേദവ്യാസ മഹർഷി ആണോ? ഈ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പെൺകുട്ടികളിൽ ഏത് വ്രതം വേണം? പയോവ്രതം. എന്തിനു വേണ്ടിയിട്ട്? ഉത്കൃഷ്ട ബീജത്തെ അണ്ടം തിരഞ്ഞെടുക്കാൻ. എന്തിനാണ്? കൂടെ വന്നില്ലേ നിങ്ങള്? എന്തിനാണ്? ഒരു ഉത്കൃഷ്ട ബീജത്തെ അണ്ടം തിരഞ്ഞെടുക്കാൻ. ഇതൊക്കെ ഭാരതത്തിലുള്ളവർക്ക് പണ്ട് തന്നെ അറിയാമായിരുന്നു. ആ വ്രതം എന്താണെന്ന് ഇപ്പം ഞാൻ പറയില്ല. ആ വ്രതത്തെക്കുറിച്ച് നാളെ വരുന്നുണ്ട്. അപ്പം നാളെ നമുക്ക് ആ സമയത്ത് നോക്കാം. ഇപ്പം ആ വിഷയം നമ്മൾ പറഞ്ഞാൽ സമയം പോകും. ഏതായാലും ഇവിടെ ദേവിയോട് പറയാണ്, അങ്ങനെ വ്രതനിഷ്ഠയുള്ള ഒരു സ്ത്രീയില് ബീജത്തെ നിക്ഷേപിക്കുമ്പോൾ അതിൽ ഉത്കൃഷ്ട ബീജത്തെ സ്വീകരിക്കുന്നു അണ്ടം. അപ്പൊ അങ്ങനെ ഉത്കൃഷ്ട ബീജത്തെ സ്വീകരിച്ച് പിന്നെ നിങ്ങൾ നോക്കൂ, ഓരോ ശ്ലോകങ്ങളായി 31-ാം അധ്യായം 1-ാമത്തെ ദിവസം ബുദ്ഭുതം, ഒരു നീർപ്പോള പോലെ കിടക്കും. പിന്നീട് അത് ട്യൂബിലാണല്ലോ ആദ്യം ഇതൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ട്യൂബിൽ നിന്നത് ഗർഭത്തിലേക്ക് മാറി, പിന്നെ അവിടെ അത് എംബ്രിയോ ഡെവലപ്പ് ചെയ്യാണ്. 1-ാമത്തെ മാസം, എത്രാമത്തെ? ഫസ്റ്റ് മന്ത്. നിങ്ങൾ നോക്കണം, ഇത് എഴുതിയിട്ട് എത്ര വർഷം? ഇന്നാണെങ്കിൽ നമുക്ക് മുഴുവൻ 3D ഇഫക്റ്റ് ഉള്ള ക്യാമറകൾ ഗർഭപാത്രത്തിൽ വെച്ച് ഷൂട്ട് ചെയ്യാം അല്ലേ? അന്നൊക്കെ എന്ത് ക്യാമറയുള്ളത്? 1-ാമത്തെ മാസം ഒരു കുട്ടിയുടെ തലയാണ് ആദ്യം വളരുക. ഏത് ഭാഗം? എല്ലാ അമ്മമാരുടെയും വയറ്റിൽ കുഞ്ഞു വളരുമ്പോൾ ആദ്യം വളരുന്നത് തലയാണ്. അതെന്തിനാണ് തല വളർന്നത്? എന്താണ് തല വളരാൻ കാരണം? ഈ തലയ്ക്കകത്തിലൂടെയാണ് നമ്മുടെ തലയിൽ മൂർധാവിലൊരു സുഷിരമുണ്ട്.
അതിന്റെ പേരാണ് ബ്രഹ്മരന്ധ്രം. എന്താണ്? നിങ്ങൾ കൊച്ചു കുട്ടികളുടെ തല നോക്കിയിട്ടുണ്ടോ? ഒരു ഭാഗത്തുണ്ടാവും ചെണ്ടയുടെ തോല് പോലെ ഉള്ളു പൊള്ളയുണ്ടാവും, പുടും 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 പുടും. ഉണ്ടോ? ഒരു ചെറിയൊരു ഭാഗത്ത് തോല് മാത്രം, സ്കെൽറ്റൻ ഇല്ലാത്തൊരു ഭാഗം ഉണ്ടോ? ഈ ഒരു സുഷിരത്തിലൂടെയാണ് നേരത്തെയുള്ള ജീവൻ, പ്രാണൻ മനസ്സിനെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ശരീരം റെഡിയായി കഴിഞ്ഞാൽ അതിലൂടെ എൻട്രി ചെയ്തു. അതുകൊണ്ട് തന്നെ പോകുന്നതും ഏതിലൂടെ വേണം? കയറിയത് മുകളിൽ കൂടെയാണെങ്കിൽ പോകുന്നതും മുകളിലൂടെ തന്നെ. മനസ്സിലാവണ്ടോ? മരണം അങ്ങനെയാണ്. കാല് തണുത്ത് തണുത്ത് അങ്ങനെ വലിച്ചം ആണോ? അപ്പൊ അങ്ങനെ മനസ്സ് കയറി വന്നാൽ 2ാമത്തെ മാസം മുതൽ നോക്കണം, കൈകാലുകൾ വരാൻ തുടങ്ങി. ഏറെക്കുറെ 3ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ ഒരു 7-8 ആഴ്ച, 7 വീക്കൊക്കെ ആകുമ്പോഴേക്കും കുട്ടി ആണോ പെണ്ണോ എന്ന് അറിയാൻ പറ്റും, ജെൻഡർ അറിയാൻ പറ്റും. ഇവിടെ നോക്കൂ, എന്താണ് കുട്ടിയുടെ 3ാമത്തെ മാസം? ലിംഗഛിദ്രോദ്ഭവ ത്രിഭി, ഭാഗവത്തിലെ വരികളാണ്. 3ാമത്തെ മാസം ആകുമ്പോഴേക്കും കുട്ടി ആണെന്നോ പെണ്ണെന്നോ അറിയും. പിന്നെ അപ്പോഴേക്കും കുട്ടിയുടെ ശരീരം അംബിലിക്കൽ കോഡ് കണക്ട് ചെയ്തു, സപ്തധാതുക്കൾ വരാൻ തുടങ്ങി. അത് അമ്മയുടെ ശരീരത്തിൽ നിന്നും ഫുഡ് വരാൻ തുടങ്ങി. അപ്പൊ എന്ത് കണക്ട് ചെയ്തു? അംബിലിക്കൽ കോഡ് കണക്ട് ചെയ്തു. 5ാമത്തെ മാസം വഴി കുട്ടി ഓൾമോസ്റ്റ് വളർന്നു. 6ാമത്തെ മാസമാകുമ്പോഴേക്കും കുട്ടിയുടെ തല തിരിയാൻ തുടങ്ങി. ഷഡ്ഭിർ ജരായുണ വീത കുക്ഷോ ഭ്രാമിതി ദക്ഷിണ, അതിലത്തെ ശ്ലോകം ഞാൻ പറയുന്നു. 6th മന്ത് ആകുമ്പോഴേക്കും കുട്ടി ടേൺ ചെയ്യാൻ തുടങ്ങി. എങ്ങോട്ട്? താഴോട്ട്. കാരണം പ്രസവിച്ചു വരുന്നത് തല ആണല്ലോ വരുന്നത് ആദ്യം. അപ്പൊ താഴോട്ട് തല തിരിയാൻ തുടങ്ങി. ഈ സമയത്ത് ഒരു ഗർഭിണി സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ കുട്ടിയുടെ ബോധമുണർന്നു എന്നാണ്. 6ാമത്തെ മാസം ആകുമ്പോഴേക്കും ബോധമുണർന്നു. എന്താ സംഭവിക്കുന്നതൊക്കെ കുട്ടിക്ക് ശബ്ദ തരംഗങ്ങളിലൂടെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് 6ാമത്തെ മാസം കുട്ടിയുടെ വിദ്യാഭ്യാസം തുടങ്ങണമെന്നാണ്. ഓ അത് ശരി, അവിടെ നിന്ന് പഠിപ്പിക്കണോ? A for ആപ്പിൾ, B for ഇതാണോ? അല്ല, ആ കുട്ടിക്ക് അവിടുന്ന് തന്നെ ആത്മീയ സംസ്കാരങ്ങൾ അമ്മമാർ കേൾപ്പിക്കണം. അതാണ് ഇപ്പോഴും ആ ചടങ്ങുണ്ട്. സീമന്ത, ഗർഭം പാകമായി കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഭാഗവതം കേൾപ്പിക്കുക, അല്ലെങ്കിൽ കീർത്തനങ്ങൾ കേൾപ്പിക്കുക, അങ്ങനെയൊക്കെ ചടങ്ങ് ഇപ്പോഴും ഉണ്ട്. ചില കാസ്റ്റിലേ ഉള്ളൂ എന്ന് മാത്രം. പല കാസ്റ്റുകളും അത് അറിയാതെ ഇങ്ങനെ പോകുന്നു മാത്രം. കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ കുട്ടികളെ ഇതൊക്കെ കേൾപ്പിക്കും. അപ്പൊ ഡെയിലി നിങ്ങൾ ഒരു 6 മാസം ഗർഭിണിയായിട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ട് നിങ്ങൾ വിഷ്ണു സഹസ്രം റെഗുലർലി കേൾപ്പിച്ചു നോക്കൂ. അവരുടെ ഉള്ളിൽ എവിടെയോ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ഇവിടേക്ക് ഇരിക്കുന്ന കുട്ടികൾ എന്തൊക്കെയോ കേട്ടത് കൊണ്ടാണ് ഇവിടെ ഇരിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാൻ തോന്നുന്നില്ല. എന്തോ ആ ഗർഭപാത്രത്തിൽ വെച്ച് നല്ലത് കേൾക്കുന്ന ഒരു സംസ്കാരത്തിലേ അത് തോന്നുള്ളൂ. മനസ്സിലായില്ല? അല്ലെങ്കിൽ അവർ ശ്രദ്ധയോടൊപ്പം നോക്ക്, കുറെ എണ്ണം അവിടെ കളിച്ചിരിക്കുന്നുണ്ട്. അവർക്കത് ആ ശ്രദ്ധ ചിലർക്ക് വരും, ചിലർക്ക് വരില്ല. മനസ്സിലായി? ചിലര് നാമവും ഭജനയുണ്ടെങ്കിൽ അവിടെ ചെന്നിരിക്കും. ഉണ്ടോ? അത് ആ സംസ്കാരം ഗർഭപാത്രത്തിൽ വെച്ച് രൂപപ്പെടണം. പിന്നെ കഴിക്കുന്ന ഭക്ഷണം എന്താണ്? ഈ ഭക്ഷണത്തിൽ ശരിയില്ലായ്മ ഇല്ലെങ്കിൽ കൃമിബി, കുട്ടിക്കും എക്സ്ക്രീറ്റ് മലമൊക്കെ പോകുന്നുണ്ട്, അതിലൊക്കെ എന്തുണ്ടാവും? ചെറിയ ചെറിയ അണുക്കൾ ഉണ്ടാവും. ഇതെല്ലാം കുട്ടിക്ക് ഭയങ്കര, ഇതൊന്നും പുറത്തേക്ക് ഉള്ളില്, വയറ്റിന്റെ ഉള്ളിൽ, ഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ആണോ? അതല്ലേ അവസാനം ഈ പ്ലസന്റെ പുറത്ത് വരുന്ന സമയത്ത് ഇതെല്ലാം അഴുക്കൊക്കെ പുറത്തേക്ക് പോകുന്നത്. ആണോ? അതിലൊക്കെ ചില ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ചൊറിച്ചിലായിരിക്കും. ചില കുട്ടികളൊക്കെ ജനിച്ചു വരുമ്പോൾ അതിന്റെ പുറം ഭാഗത്തൊക്കെ ഇങ്ങനെ കരിഞ്ഞും ഒക്കെ രൂപമൊക്കെ മാറിയിട്ടുണ്ടാവും. ഈ ഇച്ചിങ് ഒക്കെ കുട്ടികളെ ബാധിക്കും. ഇപ്പോഴാണെങ്കിൽ പിന്നെ മരുന്നിന്റെ എഫക്റ്റ് കൊണ്ട് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാം. പക്ഷെ പഴയ കാലത്തൊന്നും അങ്ങനെയുള്ള മരുന്നുകളൊന്നും ഇല്ല. ഇന്നിപ്പോൾ ഒരുപാട് മരുന്നിലല്ലേ ഗർഭിണികൾ ഇരിക്കുന്നത്. അപ്പം ഭക്ഷണത്തിൽ എന്ത് വേണം? അതായത് 6 രസങ്ങൾ ഏതൊക്കെയാണ്? 6 രസങ്ങൾ ഏതൊക്കെയാണ്? ഏത് രസത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇത് പണ്ട് ശ്രീനിവാസൻ ഏതോ സിനിമയില് നവരസം പഠിപ്പിച്ച പോലെ ആവരുത്.
ഇത് സാമ്പാറിന്റെ കൂടെ വിളമ്പുന്ന രസത്തിന്റെ കാര്യമാണോ പറയുന്നത്? ആണോ? അല്ല. ഇതേത് രസമാണ്? 6 രസങ്ങള്: മധുരം, കയ്പ്, പുളി, ചവർപ്പ്, എരിവ്, ഉപ്പ്. ഇതിനെയാണ് ഷഡ്രസം എന്ന് പറയുക. ഈ രസങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇതെന്നാണ് പല കെമിക്കൽസ് ഉണ്ടാവുന്നത്. ഇത് ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഡയറ്റ് ആയിരിക്കണം ആര് കഴിക്കേണ്ടത്? കൂടുതൽ എരിവുള്ളത് കഴിച്ചാൽ കുട്ടി അവിടുന്ന് ചവിട്ടാൻ തുടങ്ങും, അരുത് എന്ന്. എന്നിട്ട് പ്രതിജ്ഞ ചെയ്യും, ബാക്കി ഞാൻ പുറത്തു വന്നിട്ട് തരാമെന്ന്. ആ കുട്ടിക്കും അമ്മയ്ക്കും തമ്മിൽ എന്നും അടിപിടി പാളായിരിക്കും. സ്വഭാവത്തെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഗർഭിണികൾ വേണ്ടാത്തതൊക്കെ അടിച്ച് കയറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പ്രതികാരം ആര് തീർക്കും? ആര് തീർക്കും? കുട്ടികൾ തീർക്കും. നിങ്ങൾ വിചാരിക്കേണ്ടതൊക്കെ അതിന് ബോധമില്ലാത്ത സമയത്ത് ഞാൻ ചെയ്താണ്. അതിന് ബോധം വരുമ്പോൾ നിങ്ങൾക്ക് ബോധം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ അതിന് ബോധമില്ലാത്ത സമയത്ത് നിങ്ങൾ ബോധക്കേട് കാണിച്ചാൽ അതിന് ബോധമുള്ള സമയത്ത് നിങ്ങളുടെ ബോധം അത് ഇല്ലാതാക്കും. ഞാൻ എവിടെ ഇത് കണ്ടറിയില്ല, ആരും എനിക്ക് അയച്ചു തന്നാണ്. ആലുവ എവിടുന്ന് ആരും ഷൂട്ട് ചെയ്താണ്. ഒരു കാരണവരോട് കാത് കേൾക്കില്ല, അയാളുടെ ഭാര്യ മരിച്ചിട്ടുണ്ട്. അപ്പൊ ആരും ചോദിക്കുകയാണ്, അല്ല എവിടെയാ താമസം? ഇന്ന സ്ഥലത്ത്. കൂടെ ആരുണ്ട്? ആരും ഇല്ല. ഭാര്യ അവളൊക്കെ പോയി. മക്കള് 2 ഉണ്ട്. എവിടെയാ? ഒരുത്തൻ അമേരിക്കയിലാ, മറ്റവനോ ബാംഗ്ലൂരിലാ. എല്ലാം കമ്പ്യൂട്ടർ. മക്കള് നോക്കോ? ഓ. വല്ലതൊക്കെ തരുമോ? മൂത്തവൻ തരാറില്ല. 2ാമത്തവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് തരും, പക്ഷെ കൊള്ളാതെ ഞാൻ മാറി നിൽക്കും. ഇതുപോലെ വല്ലതൊക്കെ തരും. അതുകൊണ്ട് എന്ത് വേണം? ഇനിയുള്ള പെൺപിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, മൂക്ക് കയറ്റി വലിച്ച് കഴിക്കരുത് എന്ന്. ഈ 6 രസങ്ങൾ ബാലൻസ് ചെയ്ത് കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് അവര് ഇല്ലാതാക്കും. ഇപ്രകാരം ഇതൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ എന്ത് വേണം? ആത്മീയമായൊരു സംസ്കൃതി രൂപപ്പെടുത്തിയാൽ പിന്നെ എളുപ്പമാണ്. അതായത് ഒരു സത്യം പറഞ്ഞാൽ ഇന്ന് ഗർഭിണികളായ പെൺകുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം. എന്താഹാരം കഴിക്കണം, എങ്ങനെ കിടക്കണം. ആ കിടപ്പിനൊക്കെ അനുസരിച്ചായിരിക്കും കുട്ടി ചരിഞ്ഞു വരിക. നിങ്ങൾക്കറിയോ, ആൺകുട്ടി ചരിയുന്നതും പെൺകുട്ടികൾ ചരിയുന്നതും 2 ഡയറക്ഷനിലാണ്, ഒരേ ഡയറക്ഷനിലാവില്ല. ചിലർക്ക് മനസ്സിലാവും. ഇതൊക്കെ ചിലത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിത രീതി കൊണ്ട് നടന്നാൽ. ഇന്നിപ്പോ പെൺപിള്ളേർക്ക് മുലപ്പാലില്ല, കുറവാണ്. ആണോ? ഇന്നിപ്പോ ഈ കോവിഡിന്റെ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം പാല് വളരെ കുറവാണ്, കുട്ടികൾക്ക് പാലില്ല. അപ്പൊ അതിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാര രീതികൾ ഇന്നിപ്പോ. അതുകൊണ്ടാണ് കുറെ പെൺപിള്ളേരൊക്കെ ഈ പ്രസവമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റിന് പോകുന്നത്. കുളിപ്പിക്കലും, കുട്ടിയെ കുളിപ്പിക്കലും, അങ്ങനെയൊക്കെയുള്ള സുഖചികിത്സ. പണ്ടൊക്കെ ഈ ഗർഭപാത്രം കഴുകലും ആരോഗ്യത്തിനെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആഹാര രീതികളൊക്കെ പണ്ട് മുത്തശ്ശിമാരൊക്കെ കുട്ടികൾക്ക് ചെയ്യുമായിരുന്നു. ആണോ? ഉണ്ടായിരുന്നു ഇല്ലയോ? എന്താ പറയാ, പ്രസവ ശുശ്രൂഷയും. പിന്നെ അതല്ല, പ്രസവത്തിന് ശേഷം ഒരു കുറെ ഭക്ഷണ രീതികളൊക്കെ ഉണ്ടായിരുന്നോ? ഇന്നിപ്പോ അതൊക്കെ ഇല്ല. അതുകൊണ്ട് ഇന്നിപ്പോ ഒരുപാട് രോഗങ്ങളാണ്. കുറെ കഴിഞ്ഞ് നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ഇപ്പൊ യൂട്രസ് ഒക്കെ ഇൻഫെക്റ്റഡ് ആണ്. ആണോ? എല്ലാം ഫൈബ്രോയിഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇൻഫെക്റ്റഡ് ആണ്. അതുകൊണ്ട് എത്ര യൂട്രസ് ആണ് ഇപ്പൊ എടുത്ത് കളയുന്ന ഓപ്പറേഷനൊക്കെ നമ്മൾ കേൾക്കുന്നത് ഉണ്ടോ? എല്ലാം യൂട്രസ് റിമൂവലാണ്. ആണോ? അത് കൂടി വരികയാണോ കുറയാണോ? കൂടി വരികയാണ്. അതൊക്കെ നമ്മൾ കേൾക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇതൊക്കെ പഴയ ഒരു സംസ്കൃതി നമുക്ക് വിട്ടുപോയി. നിൽക്കട്ടെ, വിഷയത്തിലേക്ക് വരാം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു ഗർഭിണി ആഹാരത്തിൽ ശ്രദ്ധിക്കണം, ജീവിത ചിട്ടകളിൽ ശ്രദ്ധിക്കണം, അതുപോലെ കുട്ടിയുടെ മനസ്സിന്റെ വികാസത്തിൽ ശ്രദ്ധിക്കണം. അവ ചെറുപ്പത്തിൽ തന്നെ കുട്ടിയുടെ ടാലന്റുകൾ എന്താണെന്ന് ഒരമ്മയ്ക്ക് അറിയാൻ സാധിക്കും. അതിനെ വളർത്തി പോഷിപ്പിച്ചാൽ ആ കുട്ടി ഉത്കൃഷ്ടനായി വലിയ മഹാനായിത്തീരും. മനസ്സിലായില്ലേ? വാസ്തവത്തിൽ കുട്ടികളെ മഹാന്മാരാക്കേണ്ടത് എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല, ഒരമ്മ വളർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും ആദ്യത്തെ ഗുരു ആരാണ്? മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. ആദ്യത്തെ ഗുരു ആരാണ്? അമ്മയാണ്. അപ്പൊ ആ ഒരു കണക്ഷൻ ഇന്നിപ്പോ നഷ്ടപ്പെട്ടു പോയി. ഇന്നിപ്പോ അതിന് പകരം ഇതിനെ ക്രച്ചിലിട്ട്
എങ്ങനെ ഇത് പ്രസവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇതിന് നോക്കുക, ജോലി നഷ്ടപ്പെടുത്തണം, ദൈവവിദ്യ, എന്നിട്ട് പിന്നെ അതിനെ 2.5 വയസ്സിൽ LKG കൊണ്ട് ചേർക്കുന്ന കുട്ടികളുണ്ടെന്ന് ആലോചിച്ചു. ഉണ്ടോ? എത്ര പ്രീ KG എന്താവട്ടെ, എന്തെങ്കിലും ഒരു KG കൊണ്ടിടണല്ലോ. പിന്നെ അവിടുന്ന് അതാണെങ്കിൽ രാവിലെ 8 ഡൈപ്പറും വെച്ചിട്ട് നടക്കണം. എല്ലാ ഡെപ്പോസിറ്റും അതിലാണ്. അതിനെങ്ങനെ രോഗം വരാതിരിക്കുക? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മനസ്സിലാവുണ്ടോ? എന്നിട്ട് ഇതിപ്പോ മാറ്റിക്കൊടുക്കുന്ന ചില ഇതൊക്കെ ഉണ്ടാവുകയിരിക്കാം. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഒരു ജീവിതം. അത് കഴിഞ്ഞ് സ്കൂൾ ജീവിതം തുടങ്ങി, പിന്നെ ട്യൂഷൻ, ഒടുക്കത്തെ ട്യൂഷനും. എന്തൊരു കഷ്ടം നോക്കും ഇന്നത്തെ കുട്ടികളുടെ ജീവിതം. ഇതൊക്കെ എങ്ങനെയാ നേരെയാവാൻ പോണത്? അപ്പൊ അതിൻ്റെ ഉള്ളിൽ റിവോൾട്ടും റിവഞ്ചും ദേഷ്യവും ഒക്കെ ആയിട്ടുള്ള മാറുന്ന ഒരു തലമുറയിലേക്ക് നിങ്ങൾ അവരെ മാറ്റിയെടുത്തു. നമ്മളവിടെ എന്നിട്ട് പറയണ എന്താണ്, ഇവരൊക്കെ ഇന്നത്തെ ന്യൂജനാണ്, ജെൻസി എന്നൊക്കെ പറയാം. ജെൻസി നിങ്ങൾ ഉണ്ടാക്കിയതാണ്. എന്നാ അവരെ നല്ല വല്ല തേനീച്ചകളാക്കിയൂടെ? ഈ കോക്രോച്ചുകളാക്കിയിരിക്കുന്നു. മനസ്സിലായില്ലേ? കോക്രോച്ചിനെയൊക്കെ എല്ലാവരും ഹിറ്റ് അടിക്കുക ചെയ്യുക. തേനീച്ചയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് തേനെങ്കിലും കൊണ്ടുവന്ന് ഉപകാരം ഉണ്ടാവും. ആണോ അല്ലയോ? നോക്കൂ നിങ്ങൾ. അപ്പൊ ആ രീതിയിലൊരു വിഷൻ, അതായത് പ്രതിഷേധം വേണം, തെറ്റിനെതിരെ ശബ്ദിക്കണം, എല്ലാം വേണം. പക്ഷെ അതൊരു നല്ലൊരു വികാസത്തിലേക്കുള്ളൊരു യാത്രയാണ് വേണ്ടേ? ഇനി എത്ര ഗവൺമെന്റ് സിസ്റ്റങ്ങൾ നന്നായാലും, ശ്രദ്ധിക്കുക, ഇനി ഗവൺമെന്റ് ഇപ്പൊ എത്ര നീറ്റ് സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയാലും എപ്പോഴും നമ്മൾ ഓർക്കണം, ഒരു പ്രതിസന്ധിയിൽ ഒരാളും കൂടെ പറയൂ കൂടെ ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല. അവിടെയൊക്കെ നമുക്കൊരു ആത്മബലം വേണ്ടേ? അതൊരു ഗവൺമെന്റ് ബില്ലുകൾ പാസ്സാക്കിയോണ്ടോ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയോണ്ടോ നടക്കൂ? ഒരു കൈപ്പിഴ വന്നാൽ വീണ്ടും പുറത്തു പോവുന്ന ഡോക്ടറുടെ അവസ്ഥയാണ്. ആണോ? അപ്പൊ അതിനൊരു ഗുരുത്വം വേണോ? അനുഷ്ഠാനം വേണം. അപ്പൊ ഇതിലൊക്കെയാണ് ആത്മീയതയുടെ പങ്ക്. ഒരാളുടെ ഗുരുത്വം, മഹത്വം, മനസ്സിന്റെ സമചിത്വത്വം, ദൈവീകത്വം, ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ആത്മീയ ബോധം ഉണ്ടാവണം.